السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവനിഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിച്ച് അവൻ വിരോധിച്ചതിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിന്ന് പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ക്ലാസ് അതിന് നിമിത്തമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൽ ഇന്നോളം ദൈവവിശ്വാസം എങ്ങനെയാണ് നിലനിന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന കാലത്തും അതിനു മുന്നേയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന് ശേഷവും മനുഷ്യരുടെ വിശ്വാസ കാര്യങ്ങൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ സൂറത്തുൽ കാഫിറൂനിന്റെ പശ്ചാത്തലത്തിൽ നടത്താനാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിലെ 109-ാമത്തെ അധ്യായമാണ് കാഫിറൂൻ. 6 ചെറിയ ആയത്തുകളാണ് ഈ അധ്യായത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇത് മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്തുകളുടെ പൊതു സ്വഭാവം നമുക്കറിയാം. അതിൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കുക. മസ്അലകൾ, ഫിഖ്ഹിന്റെ കാര്യങ്ങളൊന്നും വ്യാപകമായി അവയിൽ കടന്നു വരില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്ലാം എന്ന വിശ്വാസ സംഹിത സമൂഹത്തിന് പഠിപ്പിക്കുകയും ആ വിഷയത്തിൽ അവരെ ഉദ്ബുദ്ധരാക്കലുമായിരുന്നു പ്രഥമമായ ദൗത്യം. അതുകൊണ്ട് തന്നെ വിശ്വാസ സംബന്ധിയായ കാര്യവും ആഖിറത്തിനെ കുറിച്ചുള്ള വിഷയങ്ങളുമാണ് ആദ്യഘട്ടങ്ങളിൽ അവതരിച്ച അധ്യായങ്ങളിലും വാക്യങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. പരിശുദ്ധ ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ദർശനം അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ ശരീഅത്ത്, ദീൻ മനുഷ്യരാകുന്ന നമ്മിലേക്ക് കൈമാറാൻ വേണ്ടി പടച്ച റബ്ബ് തീരുമാനിച്ച പ്രവാചകത്വം എന്ന സൂക്ഷ്മവും ശ്രേഷ്ഠവുമായ സംവിധാനവുമാണ്. അതിൽ ഇലാഹിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ മുന്നിൽ വയ്ക്കുന്ന ഈ സൂറത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓരോ പദങ്ങളും കൂടുതൽ വിശദീകരിച്ച് നമ്മുടെ പ്രധാന ലക്ഷ്യമാകുന്ന ദൈവവിശ്വാസം ചരിത്രത്തിൽ എങ്ങനെയായിരുന്നു എന്നതിൽ നിന്ന് വഴിമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചെറിയ രീതിയിൽ ഇതൊന്നും അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. അവസാന ഭാഗത്ത് 4 ഖുൽ എന്ന് തുടങ്ങുന്ന അധ്യായങ്ങളുണ്ട്. ഒന്നിത്, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ അധ്യായങ്ങൾക്ക് കുറേയേറെ പ്രത്യേകതയുണ്ട്. ഈ സൂറത്തിനെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് ഇത് ഖുർആനിന്റെ 4-1 തുല്യം എന്നാണ്. ഖുർആനിലെ 4-1 തുല്യമാണിത്. അപ്പൊ 4 ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്താൽ
ആശയപരമായി അത് ഖുർആൻ മുഴുവൻ ഓതിയതിന് തുല്യമാകുന്നു. അപ്രകാരം തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് പാരായണം ചെയ്യുന്നവരുടെ ഈമാൻ സുരക്ഷിതമായിരിക്കും. ബറാഅത്തും മിനൻ നിഫാഖ്, ബറാഅത്തും മിനൽ ശിർക്ക്, ഇതൊക്കെയാണ് ഈ സൂറത്തിന്റെ ആത്യന്തിക ഫലം. ഷിർക്കിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, അവിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ പല പാരായണങ്ങളിലും വരേണ്ടതാണ് ഈ അധ്യായം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി സുന്നത്ത് നിസ്കാരങ്ങളിൽ ഈ അധ്യായവും ഖുൽ ഹുവല്ലാഹു എന്ന് പറയുന്ന ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും കാത്തുരക്ഷിക്കുമെന്ന് നബിതങ്ങൾ വിശേഷിപ്പിച്ച ആ അധ്യായവും, നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാഫിറൂൻ സൂറത്തിനെ കുറിച്ച് പറഞ്ഞ അതുപോലെ തന്നെ സൂറത്തു സ്വമദിനെ കുറിച്ച്, ഖുൽ ഹുവല്ലാഹു അഹദിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും, അത് കുഫറിൽ നിന്ന് സംരക്ഷിക്കുമെന്ന്. അപ്പോൾ മുത്തറസൂൽ അവിടുത്തെ പല സുന്നത്ത് നിസ്കാരങ്ങളിലും ഇത് രണ്ടുമാണ് പാരായണം ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് യാത്രയുടെ നിസ്കാരം, തവാഫിന്റെ നിസ്കാരം, ഇങ്ങനെ തുടങ്ങി പല സുന്നത്ത് നിസ്കാരങ്ങളിലും ഈ രണ്ടുമാണ് അവിടുന്ന് പാരായണം ചെയ്തിരുന്നത്. നമ്മളൊക്കെ വിത്ർ നിസ്കരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ രണ്ടാമത്തെ ആ റക്അത്തിൽ ഈ സൂറത്താണ് പാരായണം ചെയ്യേണ്ടത്. ഏറ്റവും അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹുവും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും 3 കൂടെയാണ് പാരായണം ചെയ്യേണ്ടത്. മൂന്നാമത്തെ റക്അത്തിൽ, അതായത് അവസാനത്തെ മൂന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക എന്ന് പറയുന്ന സൂറത്താണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുകയും അതിനുവേണ്ടി കൽപ്പിക്കുകയും ചെയ്തതാണ്. പ്രത്യേകമായി ഇന്ന സൂറത്താണ് ഓതേണ്ടത് എന്ന് പരാമർശിക്കപ്പെടാത്ത നിസ്കാരങ്ങളിലൊക്കെയും ഖുൽ ഹുവല്ലാഹുവും ഖുൽ അഊദു ബിറബ്ബിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനുമാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ആത്മീകമായും പാരായണം ചെയ്യുന്നതിൻ്റെ ഫലം അനുസരിച്ചും ധാരാളം ശ്രേഷ്ഠതകളുള്ള ഒരു അധ്യായമാണിത്. നബി തങ്ങളോട് പറയാൻ കൽപ്പിക്കുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കാത്ത സമൂഹമേ. ഇത് പ്രഥമമായി കൽപ്പിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഈ കൽപ്പന പാലിക്കേണ്ടവരാണ്. നമ്മൾ ഓരോരുത്തരും. ഇവിടെ മുശ്രിക്കീങ്ങൾ എന്ന് പരാമർശിക്കാത്തത് കൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കാത്ത എല്ലാ സമൂഹവും എന്ന് ഇതിൽ നിന്ന് വരുന്നു. കാഫിർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അത് മറച്ചുവെക്കുന്നയാൾ എന്നാണ് അതിൻ്റെ ഭാഷാപരമായ ഒരർത്ഥം. അതുകൊണ്ടാണ് കർഷകരെ കുറിച്ച് കാഫിർ എന്ന് പറയുന്നത്. അങ്ങനെ പ്രയോഗമുണ്ട് അറബിയിൽ. എന്തുകൊണ്ട്? വിത്ത് മണ്ണിൽ മറച്ചു വെക്കുന്നവരാണ് അവർ. ഭാഷാപരമായ പ്രയോഗമാണ്. അപ്പോ പരിശുദ്ധ ഇസ്ലാമാകുന്ന ഏകസത്യമാർഗം സ്വീകരിക്കാത്തവരെ കുറിച്ച് പൊതുവെ പറയുന്ന പേരാണ് കാഫിർ. അത് അവരാകുന്ന വ്യക്തിത്വത്തെ അല്ല നമ്മൾ പരാമർശിക്കുന്നത്, നേരെ മറിച്ച് അവർ ഉൾക്കൊള്ളുന്ന ആദർശത്തെയാണ്. അപ്പൊ കാഫിരീങ്ങളെ എന്ന് പ്രയോഗിക്കുന്നത് ഒരു 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 അത്ര സുഖമില്ലാത്തൊരു പ്രയോഗമാണ് എന്നൊന്നും വിചാരിക്കുന്നതിനൊരർത്ഥമല്ല. കാരണം ഇസ്ലാം സ്വീകരിക്കാത്ത എല്ലാവരെയും പൊതുവെ പറയാൻ പറ്റുന്ന ഒരു പേര് ഇതാണ്. മുശ്രിക്കീങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ആളുകളാണ്. അതായത് ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് മുശ്രിക്കീങ്ങൾ. അത് വലിയ പ്രതിഷ്ഠകളാകാം, ബിംബങ്ങളാവാം, എന്തു ആകാം. താഗൂത്ത് എന്നൊക്കെ ഖുർആൻ പറയുന്ന ആ സംഗതികളൊക്കെ അതിൽപ്പെടും. അപ്പൊ മുശ്രിക്കാവണമെങ്കിൽ ബഹുദൈവ വിശ്വാസികളാവണം. നേരെ മറിച്ച് ഏകദൈവ വിശ്വാസം തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഒരു വിശ്വാസമല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാഫിർ എന്നാണ് പറയുന്നത്. അപ്പൊ മുശ്രിക്കും കാഫിറും ദൈവനിഷേധിയും ഒരൊറ്റ ദൈവത്തെ വിശ്വസിക്കുന്നു, പക്ഷെ അത് ശരിയായ രീതിയിലല്ല, അങ്ങനത്തെ ആളൊക്കെ ഉൾക്കൊള്ളുന്നൊരു പ്രയോഗമാണ് കാഫിർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു നമ്മുടെ പ്രതിപക്ഷത്തുള്ള ഒരാളെ അപമര്യാദയായി പറഞ്ഞു എന്ന് പറയുന്നതിന് ഭാഷാപരമായോ ഇസ്ലാമിന്റെ സാങ്കേതിക പ്രയോഗം അനുസരിച്ചോ ഒരു സ്ഥാനമില്ല. സത്യം പറഞ്ഞാൽ ഒരു പ്രതിപക്ഷമേ എന്ന് പറയുന്ന ഒരർത്ഥാണ് അപ്പോൾ അവിടെ അതിന് വരിക. നമ്മളിപ്പോ രാജ്യസഭയിലും ലോകസഭയിലും നിയമസഭയിലും ഒക്കെ ഭരണപക്ഷം ഉണ്ടാവും, പ്രതിപക്ഷം ഉണ്ടാവും.
ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിച്ച ഒരു പക്ഷവും അത് അംഗീകരിക്കാത്ത ഒരു പ്രതിപക്ഷവും, ഈ പ്രതിപക്ഷത്തെയാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഈ കാഫിറൂൻ പ്രയോഗത്തിലൂടെ ഖുർആൻ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ അവരെ വിളിച്ചിട്ട് നബിതങ്ങളെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, എന്ത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠകളെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഹുബലയെ ഞാൻ ആരാധിക്കുന്ന പ്രശ്നമേ ഇല്ല. പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ ചെറിയ രീതിയിൽ പയ്യെ വളർന്നു വന്നപ്പോ ശത്രുക്കൾക്ക് വലിയൊരു ഭീഷണിയായിട്ട് തോന്നി. ഇനി ഇത് അക്രമം കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് അവർക്ക് ആശങ്ക വന്നു. അപ്പൊ അവരൊരു കോംപ്രമൈസിന്റെ ശൈലിയിലേക്ക് മാറുകയാണ് ഈ പശ്ചാത്തലത്തിൽ. അവരെന്നിട്ട് ഇങ്ങനെ പറയണം, ഒരു കാര്യം ചെയ്യാം, നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഞങ്ങളെ ദൈവങ്ങൾ ഒരു വർഷം മുഹമ്മദ് താങ്കളും അനുയായികളും ആരാധിക്കണം. നീ പറയുന്ന ദൈവം ഉണ്ടല്ലോ, അതിനെ ഞങ്ങളും ആരാധിക്കാം ഒരു വർഷം. അങ്ങനെ ഓരോ വർഷം പരസ്പരം ആരാധനാപാത്രങ്ങളെ വെച്ചു മാറിയിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം, ഇതായിരിക്കും നല്ലത് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ഈ അധ്യായം അവതരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുക, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും, ജിന്നുണ്ടതിൽ, വലിയ മഹാന്മാരെ ആരാധനാപാത്രങ്ങളാക്കി കൊണ്ടു നടക്കുന്ന ശൈലിയുണ്ടതിൽ, പിന്നെ അവര് ഊഹിച്ചെടുത്ത ഏതോ ഒരു ദൈവം, അതിനവർ അള്ളാഹു എന്ന് പറയുന്നുണ്ട്, അവർ ഊഹിച്ചെടുത്ത ഏതോ ഒരു ദൈവം അതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരണം. അവർ ഊഹിച്ചെടുത്ത ഏതോ ഒരു ദൈവം, ഈ ദൈവത്തെ അവർ ആരാധിക്കുന്നുണ്ട് എന്നല്ല, ഒരു ദിവസത്തിന് 1 എന്ന വീതം 365ഓളം ദൈവങ്ങൾ പരിശുദ്ധമായ കഅബയിൽ തന്നെ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ഒന്നിനെയും ഞങ്ങൾ ആരാധിക്കൂല, ഞാൻ ആരാധിക്കില്ല, എന്റെ സമൂഹവും ആരാധിക്കൂല. അവര് പിന്നെയും ചില അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാവുന്നുണ്ട്. നിനക്ക് ദേഷ്യമുള്ള വെറുപ്പുള്ള കുറച്ച് ദൈവങ്ങളോട് മാറ്റിക്കോ, എന്നാലും ഞങ്ങളിൽപ്പെട്ട കുറച്ച് ദൈവങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇത്തിരി നീ മാറ്റിവെച്ചോ, ബാക്കിയുള്ളതിനെ താങ്കൾ ആരാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നു, ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ഒരു പ്രതിഷ്ഠയെയും ആരാധിക്കില്ല. കാരണം എന്നെ നിയോഗിച്ചത് ഏകസത്യദൈവമാകുന്ന അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കാനും പഠിപ്പിക്കാനുമാണ്. അതിനപ്പുറമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും ഈ വിഷയത്തിൽ സാധ്യമേ അല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങൾ ഞാൻ ആരാധിക്കുന്ന ദൈവത്തെയും ആരാധിക്കുന്നില്ല. ഇത് മുഫസ്സിരീങ്ങൾ വിവിധ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആ സമയത്ത് അവർ ചെയ്യുന്ന രീതിയെയാണ് ഖുർആൻ ഈ പരാമർശിക്കുന്നത്, അതല്ലെങ്കിൽ ചില പ്രത്യേക നിർണിത സമൂഹം അവരൊരിക്കലും ഇനി ഇസ്ലാമിലേക്ക് വരില്ല എന്ന് അള്ളാഹുവിനറിയാം. അങ്ങനത്തെ കടും ചിന്തയുമായി നബിതങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് എന്ത് സംഭവിച്ചാലും പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കൂല എന്ന് വിചാരിച്ചൊരു ടീം, അവരോട് പറയാണ്, നിങ്ങൾ ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളെയും ആരാധിക്കൂല, ദൈവത്തെയും ആരാധിക്കൂല, അള്ളാഹു ആകുന്ന ഇലാഹിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ പൂർവികരാകുന്ന എല്ലാ പ്രവാചകന്മാരും അതാ പഠിപ്പിച്ചത്, അതിനെ നിങ്ങൾ ആരാധിക്കൂല. ഇനി ഈ കാര്യം ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ ഖുർആനിന്റെ പലയിടങ്ങളിലുള്ളതുപോലെ ഇതേ ആശയം ആവർത്തിച്ചു പറയുന്നു. വലാ അനഅബ്ദു മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഇത് ആവർത്തനമാണോ അത് വേറെ ഒന്ന് പരാമർശമാണോ? മുഫസ്സിരീങ്ങൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ആവർത്തനമല്ല, അപ്പോ ഞാൻ ഇതുവരെയും നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ആരാധിച്ചിട്ടില്ല എന്നർത്ഥം വെക്കുന്ന ചില മുഫസ്സിരീങ്ങളുണ്ട്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇത് പറയുന്നത് ആവർത്തനമല്ല എന്ന് വരുമ്പോ നിങ്ങൾ ആരാധിച്ച ഒന്നിനെയും ഇതുവരെയും ഞാൻ ആരാധിച്ചിട്ടില്ല. അതാണല്ലോ പ്രവാചകന്മാരുടെ നുബുവത്തിന്റെ മുമ്പോ ശേഷമോ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ചെറുതോ വലുതോ ആയ ഒരു ദോഷവും ചെയ്യൂല, ഒരു തെറ്റും ചെയ്യൂല. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം. ജമുൽ ജവാമിഅ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അത് സമർത്ഥിക്കുന്നുണ്ട്, മറ്റിതര ഗ്രന്ഥങ്ങളിലും അത് കാണാം. അപ്പൊ ഒരു നബിയും മുമ്പോ ശേഷമോ ചെറുതോ വലുതോ, നുബുവത്തിന്റെ മുമ്പും ശേഷവും ചെറുതും വലുതും ബോധപൂർവമോ അബദ്ധത്തിലോ ഒരു തെറ്റും ചെയ്യൂല. പടച്ച റബ്ബ് അവർക്ക് ഇസ്മത്ത്, അപ്രമാദിത്വം നൽകുന്നു, കാവൽ നൽകുന്നു. അവരൊരിക്കലും തെറ്റിലേക്ക് വിടൂല, അവർ തെറ്റ് ചെയ്യുകയുമില്ല. അപ്പോ ഇത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല എന്ന് പറഞ്ഞതിന്റെ
ആവർത്തനമല്ല എന്ന് വെക്കുമ്പോ ഞാൻ ഇതുവരെയും നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ആരാധിച്ചിട്ടില്ല, ഇനി ഒട്ടുമേ അത് സാധ്യവുമല്ല എന്നർത്ഥം വരും. അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ കാണുന്നത് പോലെ ഈ കാര്യത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആവർത്തിച്ചു പറയുന്നു, ഇന്ന മഅൽ ഉസ്രി യുസ്റ ഇന്ന മഅൽ ഉസ്രി യുസ്റ. നമ്മൾ പലയിടത്തും അത് കാണാറുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാവും, പക്ഷേ എളുപ്പം പിന്നെ വരും. അതൊന്നുകൂടെ ബോധ്യപ്പെടുത്താൻ പിന്നെയും പറയുന്നു ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അങ്ങനെയാണെന്ന് വരേണ്ടി വരും. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾ നിങ്ങളുടെ മതമായിട്ട് പോകുന്നു, ഞാൻ എൻ്റെ മതമായിട്ട് പ്രബോധനവും മറ്റു കാര്യങ്ങളും അതിൻ്റെ ദഅവത്തുമായി ഞാനും മുന്നോട്ട് പോകും. അല്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസകാര്യത്തിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല, തയ്യാറാവാനോട്ട് പാടില്ല. വളരെ ലളിതമായി ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആശയം. ഇനി ഇത് പരത്തി പറഞ്ഞ വിവിധങ്ങളായ കാര്യങ്ങൾ ഇതിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത കുറേയേറെ പണ്ഡിതന്മാരുണ്ട്. അവരുടെ തഫ്സീർ എല്ലാം കൂടെ ഉദ്ധരിക്കൽ ഈ ഒരു ക്ലാസ്സിൽ പ്രായോഗികമല്ലല്ലോ. നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. എന്താണ് ദൈവം? എന്താണ് ഇലാഹ്? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആരാധ്യനാണ് ഇലാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന പ്രവാചകരാകുന്ന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എല്ലാവരും പഠിപ്പിച്ചത് ഒരേ ഒരു ഇലാഹിനെ ആരാധിക്കാനായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ പൂർവികരാകുന്ന നബിമാരും പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല. ഇതാണ് എല്ലാ നബിമാരും പഠിപ്പിച്ചത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് പഠിപ്പിച്ചു. എല്ലാ പ്രവാചകന്മാരും ഇത് തന്നെ പഠിപ്പിച്ചു. ഈ ഒരു തൗഹീദിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാൻ 1,00,000-ൽ പരം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ഇതായിരുന്നു ദീന് പഠിപ്പിക്കാൻ അള്ളാഹു സ്വീകരിച്ച മാർഗം. നമുക്ക് ഈ ഭൗതികമായ കാര്യങ്ങൾക്കൊക്കെ ഉള്ള കഴിവ് അള്ളാഹു തആല അപ്പപ്പോൾ തന്നുകൊണ്ടിരിക്കും. ഞാൻ പ്രസംഗിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനുമുള്ള സംഗതികൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും ആ ഒരു സിദ്ധി ശക്തി ഉപയോഗിക്കുന്നതനുസരിച്ചാണ് ശിക്ഷയും പ്രതിഫലവും ഒക്കെ കിട്ടുന്നത്. അത് വിശാലമായ മറ്റൊരു ചർച്ചയാണ്, നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ആവാമെന്ന് തോന്നുന്നു. നേരെ മറിച്ച് ദീനീ കാര്യങ്ങൾ, ശരീഅത്ത്, വിശ്വാസം, അത് എങ്ങനെയാണ് ഒരു മനുഷ്യന് ലഭ്യമാവുക? ആരെങ്കിലും സ്വന്തം ആലോചിച്ചിട്ട് ഇതാണ് ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സർവശക്തനാകുന്ന അല്ലാഹു. എന്നാ വയനാടിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ആവശ്യമായ വിഭവം സർവശക്തനാവുന്ന അല്ലാഹുവിന് കൊടുത്തൂടെ? അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഓരോരുത്തർക്കും വേണ്ട നിയമങ്ങൾ അപ്പോഴെപ്പോൾ അങ്ങോട്ട് തോന്നിപ്പിച്ചു കൊടുത്താൽ പോരെ? എന്തിനാണ് നമുക്കിടയിൽ മധ്യവർത്തിയായിട്ടൊരു പ്രവാചകൻ? ഓരോരുത്തർക്കും തോന്നിപ്പിച്ചു കൊടുത്തൂടെ? അല്ലാഹു സർവശക്തനല്ലേ? ആണ്. എല്ലാവർക്കും അപ്പോഴെപ്പോൾ ചെയ്യേണ്ട ദീനീ കാര്യങ്ങൾ അള്ളാഹുവിന് തോന്നിപ്പിച്ചു കൊടുത്താൽ മതി. മറ്റ് ജീവവർഗങ്ങൾക്ക് അങ്ങനെയാണ്. അവരെന്ത് ചെയ്യണമെന്ന് നൈസർഗികമായി ചില ചോദനകൾ ലഭ്യമാകുന്നു. അത് അള്ളാഹു നൽകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു താഹയുടെ 50-ാമത്തെ വചനത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ആ ജീവികൾക്കൊക്കെ തോന്നി അവരിങ്ങനെ ചെയ്യണത് പോലെ മനുഷ്യന് ദീനീപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ അങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്താൽ പോരെ? പാടില്ലെന്ന് റബ്ബ് തആല തീരുമാനിച്ചു. എന്തുകൊണ്ട്? ഒരു കാര്യം പറയാം, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവരോട് ഞാൻ പറയാൻ, എനിക്ക് അല്ലാഹു തആല എപ്പോൾ തോന്നിപ്പിച്ചെന്നാണ് അത് എന്ന്. അപ്പൊ അതാണ് എൻ്റെ നിയമം. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനെ പിടിച്ച് കൊന്നുകളയണം, സ്വാഭാവികമായും ചോദ്യം വരും. ആ സമയത്ത് ഞാൻ പറയണം, അല്ലാഹു തആല എന്നോട് ഇപ്പോൾ പറഞ്ഞു അവനാണ് കൊന്നുകളയെന്ന്. അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ടല്ലോ അല്ലേ? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ഖുദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രം പറയുന്നുണ്ട്. അവിടെ ഒരു ചെറിയ കുട്ടിയെ അകാരണമായി എന്ന് തോന്നും വിധം ഖുദർ അലൈഹിസ്സലാം കൊന്നുകളയുന്നുണ്ട്. അതെന്തിന് എന്നൊക്കെ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അത് ചരിത്രത്തിന്റെ അവസാനം. എങ്ങനെ കൊന്നുകളയാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു കുഞ്ഞിനെ താങ്കൾ കൊന്നുകളഞ്ഞു യാതൊരു കാരണമില്ലാതെ.
എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാള് ഒരു കുഞ്ഞിനെ അകാരണമായി കൊന്നുകളയുന്നു, സ്വാഭാവികമായും അതേക്കുറിച്ച് ചോദ്യം ഉണ്ടാവും. എന്തിനാ നിങ്ങൾ കൊന്നതെന്ന് ചോദ്യം ഉണ്ടാകും. ആ സമയത്ത് മൂപ്പരാൾ പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇപ്പോൾ ഒരു നിയമം തന്നു, ആ നിയമത്തിലുള്ളത് ഈ കുട്ടിനെ കൊല്ലണമെന്നാണ്. ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞാൽ മനുഷ്യ ജീവിതം ദുസ്സഹമാകും. അതുകൊണ്ട് റബ്ബ് തആല ഓരോരുത്തർക്കും അപ്പോഴെപ്പോൾ തോന്നിപ്പിച്ചു കൊടുക്കുക എന്ന രീതി സ്വീകരിച്ചില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം 1,00,000 ചില്ലാനം പ്രവാചകന്മാരെ പറഞ്ഞയച്ചു, വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കാൻ, ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. എന്തിനാണ് പ്രവാചകന്മാർ വന്നത്? പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. ലിയല്ലാ യകൂന ലിന്നാസി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രവാചകന്മാരുടെ ദഅവാ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാണ്. പടച്ചോനെ, ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങൾ അകാരണമായി പലതും ചെയ്തു, ഞങ്ങൾ അന്യദൈവങ്ങളെ ആരാധിച്ചു, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് ഒരാൾക്കും ന്യായം പറയാതിരിക്കാൻ വേണ്ടി ഇന്നാ അർസൽനാ എന്നും പറഞ്ഞിട്ട് ഖുർആൻ പ്രവാചകന്മാരുടെ ദൗത്യം വിശദീകരിക്കാൻ എല്ലാ നബിമാരും പഠിപ്പിച്ചു തൗഹീദ് തന്നെ. എല്ലാ പ്രവാചകന്മാരും ആ രീതിയിൽ തന്നെ സമൂഹത്തെ മുന്നോട്ടുകൊണ്ടുപോയി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വളരെ ഗുരുത്വം കൊടുത്തിട്ടൊരു ടീമിനെ നിരന്തരമായി സംസ്കരണം നടത്തുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് തോറ വാങ്ങാൻ വേണ്ടിയിട്ട് 40 ദിവസം അവിടുന്ന് വിട്ടു നിന്നപ്പോഴേക്ക് സാമര്യ സൃഷ്ടം പശുക്കുട്ടിയെ ആരാധിക്കുന്നവരായിട്ടാണ് കാണുന്നത്. സൂറത്തുൽ അറാഫിന്റെ 150 മുതലുള്ള വചനങ്ങളിൽ പിന്നീടുള്ള സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ടീമിനെ ഏൽപ്പിച്ചു പോയ തന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് താടി പിടിച്ചിട്ട് കുലുക്കുന്നുണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ അത് ഉദ്ധരിക്കുന്നു, എന്റെ താടി പിടിച്ചിട്ട് വലിക്കരുത്, ഇന്നി ഖശീതു അൻ എന്ന് പറഞ്ഞിട്ട് ഹാറൂൻ നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ വിശദീകരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കഷ്ടപ്പെട്ട് തെളിച്ച് നന്നാക്കിയ പാതയിൽ നിന്ന് 40 ദിവസം മഹാനുഭാവൻ വിട്ടു നിന്നപ്പോഴേക്ക് പ്രവാചകൻ തന്നെയാകുന്ന ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും ധിക്കരിച്ച് അവർ പിന്നെയും പശുക്കുട്ടിനെ ആരാധിക്കാൻ തുടങ്ങി. പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ച ഈ രീതിയിൽ നിന്ന് പലപ്പോഴായിട്ട് സമൂഹം തെന്നിമാറി. അത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകന്മാരെ പിന്നെയും അയച്ചു. സൂറത്തുൽ ബഖറയുടെ 213-ാമത്തെ വചനം, കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീൻ മുബശ്ശിരീന വമുൻദിരീൻ. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആ ജീവിത ശൈലിയിൽ ഇങ്ങനെ സമൂഹം മുന്നോട്ട് പോകുന്നു. കാലം കഴിയുന്നതനുസരിച്ച് അവരിലേക്ക് വിവിധങ്ങളായ ആരാധനാദോഷങ്ങൾ കടന്നു വരുന്നു. അവരുടെ ശരീഅത്ത് അവർ വിസ്മരിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അവരെ താക്കീത് ചെയ്യാനും സുവിശേഷം അറിയിക്കാനും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നു. ഈ സൂക്തം ഒന്നാമത്തെ റസൂലാകുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിറങ്ങിയതാണ്. ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഒന്നാമത്തെ നബി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നബിമാരിൽ നിന്നുള്ള ചില പ്രത്യേകക്കാരാണ് മുർസലീങ്ങൾ, റസൂലുമാർ. ഈ ഒരു ശൈലി തുടർന്നു വന്നു പടച്ച റബ്ബ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം വരെയും. ഇപ്പൊ നബി തങ്ങളുടെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോ സൂറത്തു യാസീനിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാം, അല്ലെ, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. എന്തിനാ താങ്കളെ നിയോഗിച്ചേ? യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ. നബിയായിട്ടുള്ളവരെ, വൽ ഖുർആനിൽ ഹക്കീം, ദൃഢമായ സത്യസന്ധമായ പരിശുദ്ധ വേദം ഖുർആനാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് പ്രവാചകന്മാരിൽ പെട്ടവർ തന്നെ. എന്തിനാ അങ്ങനെ ഊന്നി പറയണേ? ആ ഊന്നിപ്പറയുന്നതിന് തെളിവായിട്ട് വൽ ഖുർആനിൽ ഹക്കീം, നിരക്ഷരനാകുന്ന അങ്ങ്, വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ ഒന്നും പങ്കെടുക്കാത്ത അങ്ങ് കൊണ്ടുവന്ന വിശുദ്ധമായ ഈ വചനമേ സാക്ഷി. എന്തുകൊണ്ട്? മനുഷ്യ സാധ്യമല്ല ഖുർആൻ. ഖുർആൻ തന്നെ അത് തുറന്നു പറഞ്ഞു. സർവ്വജനങ്ങളും സർവ്വജിന്നുവർഗങ്ങളും സംയുക്തമായി ശ്രമിച്ചാലും ഖുർആനിൽ ഒരു അധ്യായത്തിന് തുല്യമായതുപോലും കൊണ്ടുവരാൻ സാധ്യമല്ല. ആ വെല്ലുവിളി ചരിത്രത്തിൽ ഇന്നോളം നിലനിൽക്കുന്നു. ആ ഖുർആനാണേ സാക്ഷ്യം.
കാരണം ഒരു മനുഷ്യനത് ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങത് കൊണ്ടുവന്നിരിക്കുന്നു. നിരക്ഷരനായിരുന്നു, വിദ്യാഭ്യാസ പരിപാടികളിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല, ഇതുവരെയും ഒരു ഗ്രന്ഥം പോലും വായിച്ചിട്ടില്ല, ഒരക്ഷരം എഴുതിയിട്ടില്ല. മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദല്ലർതാബൽ മുബ്തിലൂൻ. സൂറത്തുൽ അൻകബൂത്തിന്റെ 49-ാമത്തെ വചനം. ഇതിനു മുമ്പ് അങ്ങൊരക്ഷരം എഴുതിയിട്ടില്ല, ഒരു ഗ്രന്ഥം പോലും വായിച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ സർവാതിശായിയായ ഗ്രന്ഥവുമായി കടന്നു വന്നത്. ആ ഗ്രന്ഥമാണ് സാക്ഷ്യം. ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് പ്രവാചകൻ തന്നെയാ. എന്തിന്? ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും. ഇവരുടെ വാപ്പമാർക്ക് താക്കീത് ലഭ്യമായിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മുത്തറസൂലിന്റെയും ഇടയിൽ 600 വർഷത്തെ ഗ്യാപ്പുണ്ട്. അതിനിടയ്ക്ക് പ്രവാചകന്മാർ വന്നില്ല. അത് കാരണം ഈ ദഅവത്തൊക്കെ ഇത്തിരി ലോപിച്ചു പോകുന്നൊരു സന്ദർഭത്തിൽ അവരെ സത്യസമേതം പരിശുദ്ധ ദീനിലേക്ക് ക്ഷണിക്കാൻ അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നു. ഇനി പരിശുദ്ധ ദീൻ എന്നും നിലനിൽക്കും. ഇതിന്റെ അടയാളം പൂർണ്ണമായി തേഞ്ഞു മാഞ്ഞു പോകില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രവാചകന്റെ ആവശ്യമേ ഇല്ല. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 40-ാമത് വചനത്തിൽ ഖാത്തമുൻ നബിയ്യീൻ എന്ന് അല്ലേ, മകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരാണ്, ഖാത്തമുൻ നബിയ്യീൻ അന്ത്യപ്രവാചകരുമാണ് എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള ദൈവവിശ്വാസം എന്തായിരുന്നു? അല്ലാഹു ജനങ്ങളെ പഠിപ്പിച്ചത് പ്രവാചകന്മാർ മുഖാന്തരം തൗഹീദ് മാത്രം. പിന്നീട് പല രീതിയിലുള്ള ആന്തോളനങ്ങൾ ഈ രംഗത്ത് സംഭവിച്ചു. വലിയ വലിയ മഹാന്മാരെ തന്നെ പിടിച്ച് ദൈവങ്ങളാക്കി. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായ ഉദാഹരണം. അക്രൈസ്തവനായ യേശുവിനെ തേടി എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട് ഫാദർ എസ് കാപ്പൻ എന്ന വ്യക്തിക്ക്. എങ്ങനെയാണ് ചരിത്രപരമായി മാനവികതയിൽ നിന്ന് മാനുഷികതയിൽ നിന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദൈവിക നിരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് അദ്ദേഹം മനോഹരമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ആഴത്തിലേക്കുള്ളൊരു പഠനം ഞാൻ ഈ ഒരു സദസ്സിൽ ആഗ്രഹിക്കുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് തന്നെ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ അത് പലയിടങ്ങളിൽ നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ മാഇദയുടെ 116, 117 വചനങ്ങൾ പരിശോധിച്ചു നോക്കാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബ് ആഖിറത്തിലെത്തുമ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിക്കും. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തെ പ്രവാചകത്വത്തിൽ നിന്ന് ദൈവിക നിരയിലേക്ക് ഉയർത്തിക്കളഞ്ഞ ജനങ്ങളെ എന്തുകൊണ്ട് അവർ ചെയ്തത് അബദ്ധമായിരുന്നു എന്ന് തെളിയിക്കാൻ അവരുടെ മുന്നിൽ വെച്ച് പടച്ച റബ്ബ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കും. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസാ നബിയെ, അങ്ങായിരുന്നു അങ്ങയെയും ഉമ്മയാകുന്ന മറിയത്തെയും ദൈവമായി ആരാധിക്കാൻ ഈ സമൂഹത്തോട് കൽപ്പിച്ചത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഖിന്നനായി ആർദ്രമായ ഹൃദയത്തോടുകൂടെ വിശദീകരിക്കുന്നുണ്ട്. സുബ്ഹാനക, പടച്ച റബ്ബേ ശരണം, എങ്ങനെയാണ് ഞാൻ എനിക്കറിയാത്ത കാര്യങ്ങൾ, നീ പറയാത്ത കാര്യങ്ങൾ ഇവരോട് കൽപ്പിക്കുക? ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും. ഞാൻ അവരോട് പറഞ്ഞത് ഏകസത്യ ദൈവമാകുന്ന നിന്നെ മാത്രം ആരാധിക്കണമെന്നാണ്. മറ്റൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതിന്റെ വിശദീകരണം കുറച്ചുകൂടെ ആർദ്രമാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇതിന്റെ തെളിവായിട്ട് അല്ലാഹു നമ്മളെ കൊണ്ടുവരും. ഉമ്മത്ത് മുഹമ്മദ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് സത്യസന്ധമായിരുന്നു എന്നതിന് സാക്ഷി നിൽക്കും. നമ്മൾ പറയുന്നത് കൃത്യമാണെന്നതിന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷി നിൽക്കും. സൂറത്തുൻ നിസാഇന്റെ 40-ാമത്തെ വചനം, വകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹഉലാഇ ഷഹീദാ. എല്ലാ ഉമ്മത്തിനുമേൽ അങ്ങയുടെ ഉമ്മത്ത് സാക്ഷ്യം വഹിക്കുകയും അവരുടെ വാക്കുകളുടെ സത്യസന്ധത തെളിയിക്കാൻ അങ്ങ് എല്ലാവർക്കും മുകളിൽ സാക്ഷിയായി വരികയും ചെയ്യുന്ന സന്ദർഭം എത്ര മനോഹരമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് മുത്തറസൂൽ കരയണുണ്ട്. ഇബ്നു മസ്ഊദ് തങ്ങൾ ഈ സൂക്തം പാരായണം ചെയ്യുന്നു. മുത്തറസൂൽ ആവശ്യപ്പെട്ടിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ മനോഹരമായി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. സൂറത്തുൻ നിസാ അതിന്റെ 40-ാമത്തെ വചനമെത്തി. അള്ളാഹുവിന്റെ റസൂലിന് പരലോകത്തുണ്ടാവുന്ന പ്രൗഢിയും പത്രാസും
മറ്റുള്ള പ്രവാചകന്മാരുടെ സത്യസന്ധതയ്ക്ക് തെളിവായി ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നതിന്റെ അതിർപ്പം, അതിന്റെ ആനന്ദം, അതിന്റെ മനോഹാരിത ഇതിങ്ങനെ ആലോചിച്ചിട്ട് അവിടുന്ന് സന്തോഷത്തോടെ കരഞ്ഞു. ബഹിൻ ഇബ്നു മസ്ഊദ്, തൽക്കാലം മതിമോനെ ഇബ്നു മസ്ഊദേ എന്ന് അവിടുന്ന് ഇബ്നു മസ്ഊദ് തങ്ങളോട് നിർത്താൻ പറഞ്ഞു. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് മാത്രം പറഞ്ഞു. പക്ഷെ ആ ഈസാ നബിയെ തന്നെ പിടിച്ചിട്ട് പിന്നെ ദൈവമാക്കി കളഞ്ഞു. ഇതാണ് ജനങ്ങളുടെ ഒരു ട്രെൻഡ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതെന്ന പേരിൽ ഇന്ന് പ്രചാരത്തിലുള്ള ബൈബിൾ 27 പുസ്തകവും നമ്മൾ പരിശോധിക്കുക, സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കുക. ഏതെങ്കിലും ഒരൊറ്റ വചനത്തിൽ ഞാൻ ദൈവമാണെന്ന് അദ്ദേഹം പറഞ്ഞു? ഇല്ലേ, ഇല്ല, പറഞ്ഞില്ല. പിന്നെ എന്തു പറഞ്ഞു? മത്തായി സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം വായിക്കുക. സാത്താനെ പോകൂ, എന്റെയും നിന്റെയും കർത്താവായ ദൈവം ഏക കർത്താവ്, ഏക കർത്താവ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണെന്ന് ചോദിച്ച് ഒരു ജൂത പണ്ഡിതൻ യേശുക്രിസ്തുവിനെ സമീപിക്കുന്നുണ്ട്. ബൈബിൾ മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിന്റെ 29 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുക. എന്താ അദ്ദേഹം പറഞ്ഞു കൊടുത്തത്? ഇസ്രായേലെ കേൾക്കുക, ഇസ്രായേലെ കേൾക്കുക, ഇസ്രായേൽ സമൂഹമേ അറിയുക, മനസ്സിലാക്കുക, ഏകനാകുന്ന അള്ളാഹുവിനെ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഇസ്രായേലെ കേൾക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്നാൽ ദൈവം ഏകനാകുന്നു. ഇതാണ് മഹാത്മാവ് പഠിപ്പിച്ചത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ പറയുന്ന ആ മഹാവ്യക്തിത്വം ആണോ ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു? അത് മറ്റൊരു ചർച്ചയാണ്. അല്ലെന്ന് 100% ഉറപ്പുമാണ്. അതല്ലെന്ന് തെളിയിക്കാൻ വേറൊരു ആംഗിളിൽ നിന്ന് ക്രൈസ്തവ പ്രബോധകന്മാരും ശ്രമിക്കാറുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുന്നിൽ വെച്ചാണ് ഈ കഥകളൊക്കെ രചിക്കപ്പെടുന്നത്. അദ്ദേഹം കൃത്യമായി പറയുന്നു, ഇസ്രായേലെ കേൾക്കുക, ഏകസത്യദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അദ്ദേഹത്തോട് പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് പല അനുയായികളും ചെല്ലുന്ന രംഗം ബൈബിളിൽ കാണാം. ഉദാഹരണമായി മത്തായിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനങ്ങൾ. എന്ത് പ്രാർത്ഥന അദ്ദേഹം പഠിപ്പിച്ചത്? ദൈവമാകുന്ന യേശുവേ എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തോ? തന്നെ കുറിച്ച്, നമ്മുടെ ചരിത്രത്തിലുള്ള ദൈവത്തെ കുറിച്ചാണ് പറയണത്, ദൈവവിശ്വാസത്തെ കുറിച്ചാണ് പറയണത്. ദൈവമാകുന്ന യേശുവേ എന്നും പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചോളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തോ? ഇല്ലേ, ഇല്ല. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് എന്താ? സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം പൂജിതമാകട്ടെ, നിന്റെ രാജ്യം വരേണമേ, ഞങ്ങൾക്ക് അന്നാന്ന് വേണ്ട അപ്പം അന്നാന്ന് നൽകണമേ, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോട് ക്ഷമിച്ചതുപോലെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം പൂജിതമാവേണമേ. ഇതാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാതെ എന്നെ ആരാധിച്ചുകൊണ്ടിരിക്കണം, ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ ഒരു ദൈവമായിട്ടില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞോ? ഇല്ല. മാനുഷികമായ എല്ലാ പ്രയാസങ്ങളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിടിച്ചിട്ട് ജൂതന്മാർ കുരിശിൽ തറപ്പിച്ച് കൊല്ലുന്നത് ബൈബിൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ 3 ദിവസം കബറടക്കിയ സംഗതിയും പറയുന്നുണ്ട്. ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഇതൊന്നും യോജിക്കില്ല. പിൽക്കാലത്ത് അങ്ങനെയുള്ള കുറെ ആന്തോളനങ്ങൾ ദൈവവിശ്വാസങ്ങളിൽ വന്നു. അത്തരം സന്ദർഭങ്ങളിലൊക്കെയും അവരെ തിരുത്താൻ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. ഇതല്ലാത്തൊരു വിശദീകരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മതമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഏറ്റവും അവസാനം കുരിശ് സംഭവമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ആർദ്രമായ രംഗമുണ്ട്. അദ്ദേഹം മഗ്ദലക്കാരത്തി മറിയത്തെ വിളിച്ചിട്ട് പറയാണ്, നീ പോയിട്ട് നിന്റെ കൂട്ടുകാരോട് പറയുക, എന്റെ ദൈവവും നിന്റെ ദൈവവുമായ, എന്റെ പിതാവും നിന്റെ പിതാവുമായ ഒരുവനിലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് പറയുക. നോക്കുങ്ങള്, അവസാനം വരെ എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയണത്. എന്റെ ദൈവവും നിന്റെ ദൈവവുമായ, എന്റെ പിതാവും നിന്റെ പിതാവുമായ. അപ്പൊ ദൈവം എന്ന് പറയുന്ന ഇലാഹിനെ ആരാധിക്കാൻ കൃത്യമായി പഠിപ്പിക്കുകയാണ് ആ പ്രവാചകനും ചെയ്തത്.
അതുകൊണ്ട് ഇസ്രായേലെ കേൾക്ക എന്നൊക്കെ പറഞ്ഞ് ആമുഖം പറഞ്ഞ് ഇതിന്റെ ഗൗരവം മുന്നിൽ വെച്ച് നമ്മുടെ ദൈവം ഏകനാണെന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സമാനമായ സൂക്തം സൂറത്ത് ശൂറായുടെ 11-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം അന്നഹു, കേൾക്കുക, പഠിക്കുക, ഉറപ്പിക്കുക, നേരാമണ്ണം വിശ്വസിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല, അല്ലാഹു അല്ലാതെ ഒരു ആരാധനക്ക് അർഹൻ ഇല്ലേ ഇല്ല. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ അല്ലാഹു ആരാണ്? ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിക വചനം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച സൂറത്തുൽ ബഖറയുടെ 255 അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ മറ്റൊരാരാധനയില്ല. അൽ ഹയ്യു അൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണവൻ. എന്നെന്നും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പരിധിയിൽ വരുന്ന ഒരു കാല പരിധിയെ നമ്മൾ കൊണ്ടുവരരുത്. നേരെ മറിച്ച് തുടക്കമെന്ന സംഭവമില്ലാത്ത, ഒടുക്കമെന്ന സംഗതിയില്ലാത്ത, അപ്പോഴേ ദൈവമുള്ളൂ, അപ്പോഴേ ദൈവമുള്ളൂ. വിശന്ന് കരയുന്നവൻ ദൈവമാവോ? മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെടുന്നവൻ ദൈവമാവോ? മനുഷ്യരുടെ എല്ലാ ചാപല്യങ്ങളുമുള്ളയാൾ ദൈവമാകുന്നത് എങ്ങനെയാണ്? പലരും ചേർന്ന് ആക്രമിച്ച് കൊല്ലുന്നയാൾ ദൈവമാകുന്നത് എങ്ങനെയാണ്? ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. സൂറത്ത് ശൂറയുടെ 11-ാമത്തെ വചനത്തിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സൂറത്ത് ശൂറയുടെ 11 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല, അത് സൂറത്ത് മുഹമ്മദിന്റെ 19 ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉള്ളതുകൊണ്ട് അത് മാറണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ തിരുത്തുകയാണ്. സൂറത്ത് ശൂറയുടെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ലൈസ കമിസ്ലിഹി ഷൈഉൻ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമേയില്ല. അതൊരൊറ്റ വർത്താനാണ്. ഏത് രീതിയിലും അല്ലാഹുവിനെ പോലെ ഒന്നും ഉണ്ടാവില്ല. അവന്റെ ഏകത്വം പോലെ ഏകത്വം ഉണ്ടാവില്ല. ഞാൻ ഏകനാണ്, നിങ്ങളൊക്കെ ഏകരാണ്. നമ്മൾ പറയും കല്യാണം കഴിക്കാത്ത ആൾ ഓൻ ഏകനായി ജീവിക്കാൻ, ഒറ്റയ്ക്ക് ജീവിക്കാൻ. പക്ഷെ അള്ളാഹുവിന്റെ ഏകത്വം പോലെ ഒരു ഏകത്വം ഉണ്ടാവില്ല. അള്ളാഹു കാണുന്നു, നമ്മളും കാണുന്നു. അള്ളാഹു കാണുന്നത് പോലെ നമുക്ക് ആർക്കും കാണാനേ സാധ്യമല്ല. അള്ളാഹു കേൾക്കുന്നു, നമ്മൾ കേൾക്കുന്നു. അത് തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അള്ളാഹു സ്വമദ് എന്ന് പ്രയോഗമുണ്ട്. ആ സൂറത്തിന്റെ പേര് തന്നെ സമദ് എന്നും തൗഹീദ് എന്നൊക്കെയാണ്. സൂറത്ത് സമദ്, സമദ് എന്ന് പറഞ്ഞാൽ എന്താ? നിരാശ്രയൻ, പടച്ച റബ്ബ് മാത്രം അങ്ങനെയാണ്. എനിക്ക് ആരെയും ആശ്രയമില്ല എന്നൊക്കെ വേണമെങ്കിൽ നല്ല പണത്തിന്റെ പളപളപ്പിൽ ഒരാൾക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു 100,000 ആളുകളെ ആശ്രയിക്കാതെ അവന് ജീവിക്കൽ സാധ്യമല്ല. അവന് പണമുണ്ട്, അവന് വണ്ടി വാങ്ങാൻ പറ്റും, പക്ഷേ വണ്ടി അവന് നിർമ്മിക്കാൻ പറ്റൂല. അത് നിർമ്മിക്കണമെങ്കിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനം വേണം, ആയിരക്കണക്കിന്. അവന് ഭക്ഷണം മേടിക്കാൻ പറ്റും, പക്ഷെ ഭക്ഷണം നിർമ്മിക്കപ്പെട്ട് അവന്റെ മുന്നിലെത്തണമെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനം വേണം. എനിക്ക് ആരെയും ആശ്രയമില്ല എന്ന് വേണമെങ്കിലൊക്കെ ഒരു ഭംഗിവാക്കായിട്ട് പറയാൻ പറ്റും. പക്ഷേ സൃഷ്ടികളിൽ ആർക്കും ഒരാളെയും ഒരു വസ്തുവിനെയും ആശ്രയിക്കാതെ ജീവിക്കാനേ പറ്റൂല. നോക്കുങ്ങള്, ആരുടെയും അധ്വാനമില്ലാതെ അവന് ഭക്ഷണം കിട്ടി സങ്കല്പിക്കുക. ഈ ഭക്ഷണത്തെ ആശ്രയിക്കാതെ അവന് ജീവിക്കാൻ പറ്റൂല. ദാഹം വരുമ്പോ വെള്ളത്തെ ആശ്രയിക്കാതെ അവന് മുന്നോട്ട് പോകാൻ പറ്റില്ല. രോഗം വരുമ്പോ ഔഷധത്തെ സേവിക്കാതെ അവൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല. പടച്ച റബ്ബ് അങ്ങനല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് തുല്യരായ ആരുമേ ഇല്ല. വഹുവസ് സമദ്, അവൻ നിരാശ്രയനാകുന്നു, ആരെയും ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളും സൃഷ്ടികളുടെ വിശേഷണവും വ്യത്യാസപ്പെടുന്നത് അവിടെയാണ്. ചിലപ്പോഴൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ പരാമർശം തന്നെ മറ്റ് സൃഷ്ടികളെ കുറിച്ചും ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. സൂറത്ത് തൗബയുടെ 128-129 വചനങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു, റഊഫുൻ റഹീമുൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈക്കും അലൈഹി മാ അനിത്തും, അല്ലേ? റഊഫുർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഊഫാണ്, റഹീമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച ഒരു വിശേഷണമാണ് ഈ റഹീം.
ഇതേ വിശേഷണം, ഇതേ പദം അള്ളാഹുവിന്റെ റസൂലാവുന്ന സൃഷ്ടിയെക്കുറിച്ചും ഖുർആനിൽ പ്രയോഗിക്കുന്നു. അപ്പൊ എന്താ അതിന്റെ ഒരു അർത്ഥം? അവിടെയാണ് ഈ സ്വമതിന്റെ പ്രസക്തി. പടച്ച റബ്ബ് റഹീമാണ്, അവൻ സ്വയം പര്യാപ്തനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ നമ്മൾപ്പെട്ട പല ആളുകളും കാരുണ്യം ചെയ്യുന്നവരാണ്. ഹബീബായ നബി തങ്ങൾ കാരുണ്യത്തിന്റെ കേദാരമാണ്, ഒക്കെ റെഡിയാണ്. പക്ഷേ അത് സ്വയം ആർജിച്ചെടുത്തതല്ല, പടച്ച റബ്ബ് നൽകിയതാണ്. പടച്ച റബ്ബ് നൽകിയതാണ്. ഈ റബ്ബിനെയാണ് എല്ലാവരും ആരാധിച്ചു വന്നത് നേരാമണ്ണം. ഈ റബ്ബിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അല്ലാഹ് എന്നത്. അല്ലാഹു എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങളുടെ സമുച്ചയാണ്. ഒന്ന് അൽ, ഒന്ന് ഇലാഹ്. അൽ ഇലാഹ്, ദി ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ദൃഷ്ടാന്തം പൂർണ്ണമല്ലെങ്കിൽ പോലും അങ്ങനെ പറയാം. ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്നവരൊക്കെ. ദി ഗോഡ് എന്ന് പറഞ്ഞാൽ ഏക വ്യക്തിത്വം, ഏതർത്ഥത്തിൽ ആരാധിക്കപ്പെടുക എന്ന വിഷയത്തിൽ മറ്റാരും തുല്യരില്ലാത്ത വിധം ഏകനായവൻ. ഇലാഹ് എന്ന് പറഞ്ഞാലും ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. ഏത് ഇലാഹിനെ കുറിച്ചും ഇലാഹ് എന്ന് പറയാം, ആരാധിക്കപ്പെടുന്നവൻ എന്ന് പറയാം. അതുകൊണ്ടാണ് ലാ ഇലാഹ, ഒരു ആരാധ്യരുമില്ല എന്ന് പൊതുവെ പറഞ്ഞിട്ട് ഇല്ലല്ലാഹു, അല്ലാഹു ഒഴികെ എന്ന് അതിൽ നിന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ ഇസ്തിസ്ന ചെയ്തിട്ട് ഒഴിവാക്കി പറയണത്. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവർ മുഴുക്കെ. അൽ ഇലാഹ് എന്ന് പറഞ്ഞാലോ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ട ഏകനാകുന്ന ഇലാഹ്. ഈ അൽ ഇലാഹാണ് അല്ലാഹ് എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത്. അല്ലാഹ്, ഇതിങ്ങനെ തന്നെ പറയാൻ കാരണം എന്താണ്? മുഅ്മിനീങ്ങളല്ലാത്ത പലരും ഇതേ പ്രയോഗം അവരുടേതായ ദൈവങ്ങളെ നടത്തുന്നുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത പലരും ഇതേ പ്രയോഗം അവരുടെ ദൈവങ്ങളെ കുറിച്ച് നടത്തുന്നുണ്ട്. ഇപ്പോ ഏകദൈവ വിശ്വാസം തന്നെയാണ് ജൂതർ വെച്ച് പുലർത്തുന്നത്. ക്രൈസ്തവരാണ് അതിൽ നിന്ന് മാറി സഞ്ചരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വന്ന യേശുക്രിസ്തുവിന്റെ നിയമം ഏകദൈവത്തെക്കുറിച്ച് തന്നെ 4 നൂറ്റാണ്ട് ക്രിസ്ത്യാനികൾ സംസാരിച്ചു. 4 നൂറ്റാണ്ട്. കുരിശ് സംഭവത്തിന് ശേഷം AD 325 നിഖിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവർ കൗൺസിൽ ചേരുന്നതും യേശു കൂടെ ദൈവമാണ് എന്ന് അവർ തീരുമാനിക്കുന്നതും. ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആന്തോളനമാണിത്. ഫാദർ എസ്കാപ്പൻ അദ്ദേഹത്തിന്റെ അക്രൈസ്തവനായ യേശുവിനെ തേടി എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മറ്റു പലരും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഫാദർ ബെഞ്ചമിൻ ഖൽദാനിയുടെ മുഹമ്മദ് ഇന്ത്യ ബൈബിളിന്റെ ഒരു ഭാഗവും ഇത് വിശദീകരിക്കാൻ തന്നെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, അതുവരെ 4 നൂറ്റാണ്ടോളം എന്ന് വെച്ചാൽ 3 നൂറ്റാണ്ടും 25 വർഷവും AD 325 വരെ ഏകസത്യ ദൈവത്തെ കുറിച്ച് മാത്രം പറഞ്ഞവർ. പിന്നീട് സദസ്സ് കൂടാണ്. എന്നിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇനി മുതൽ യേശു കൂടെ ദൈവമാണ് എന്ന്. അന്ന് തന്നെ അതിനോട് പ്രതികരിച്ച് അതിനെ പ്രതിരോധിച്ച് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി അരിയൂസിനെ പോലെയുള്ള ഫാദർമാർ. അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ പറയുന്ന പ്രസിദ്ധമായൊരു വചനമുണ്ട്. 2 കൈയും പൊക്കി പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവമേ സത്യം ക്രൂശിക്കപ്പെടുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാധീനം കുറഞ്ഞു വന്നു. കാരണം റോമൻ രാജാവായിരുന്ന കോൺസ്റ്റന്റൈൻ രണ്ടാമൻ ഇതിന് സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട്? അതുവരെ ആയപ്പോഴേക്ക് ക്രൈസ്തവർക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ച സജീവമായി പലയിടങ്ങളിൽ സംഘടനകളൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നു. തന്റെ ഭരണത്തിന് തന്നെ ഇത് ഭീഷണിയാകുമോ എന്ന് അദ്ദേഹം സംശയിച്ചു. കാരണം ജനങ്ങളുടെ ഇടയിൽ വലിയ കലാപമുണ്ടായാൽ ഭരണത്തിന് ഭീഷണിയാകും. അതുകൊണ്ട് 2 കൂട്ടരെയും പിടിച്ചിട്ടൊന്ന് ചർച്ച ചെയ്യാൻ അദ്ദേഹം വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഗതി വിളിച്ചു ചേർക്കുന്നത്, നിഖിയ കൗൺസിൽ വിളിച്ചു ചേർക്കുന്നത്. അവിടെ വെച്ചിട്ട് പരസ്പരം സംവാദങ്ങൾ നടന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം മറ്റൊന്നുകൂടെ ഉണ്ട്. യേശുക്രിസ്തു ജീവിച്ച കാലത്ത് തെർത്തൂസിൽ ജീവിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. പൗലോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തെർത്തൂസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കിയുടെ ഭാഗമാണ്. അദ്ദേഹം പലപ്പോഴും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കാണാനും അറിയാനും ഒക്കെ ചാൻസ് കിട്ടിയിട്ടും അദ്ദേഹത്തിന്റെ അടുത്ത് പോയില്ല. എന്നല്ല, അദ്ദേഹത്തിന്റെ അനുയായികളെ ക്രൂരമായി പീഡിപ്പിച്ച് നടന്നു. പലരെയും കൊന്നുകളഞ്ഞു. സ്തഫാന്യോസ് എന്ന് പറയുന്ന അനുയായികൾക്ക് കൊല്ലുന്നതിന് അദ്ദേഹം കാർമ്മികത്വം വഹിച്ചു. ഇന്നും ബൈബിളിൽ കാണുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിൽ നമുക്കത് വിശദമായി കാണാൻ പറ്റും.
അങ്ങനെ ആക്രമിച്ച് തീർത്തിട്ട് ഈ യേശുവിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പറ്റൂല എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. അസംബന്ധമായി നിരവധിയായ ഗ്രന്ഥങ്ങളുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലൊക്കെ. അങ്ങനെ അദ്ദേഹം ഡമസ്കസിലേക്ക് യേശുവിന്റെ അനുയായികളെ ആക്രമിക്കാനും കൊല ചെയ്യാനും വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ യേശു പ്രത്യക്ഷനായി എന്നെ ശിഷ്യനാക്കി എന്നൊരു വർത്താനം പറഞ്ഞുണ്ടാക്കി. അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയും ശിഷ്യനുമായ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ നമുക്കിത് കാണാൻ പറ്റും. ഈ സംഗതിക്ക് ശേഷം അദ്ദേഹത്തെ അടുപ്പിച്ചില്ല യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ. യേശുവിന്റെ യഥാർത്ഥ സഭ പത്രോസിന്റെയും യാക്കോബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അന്ന് ജെറൂസലേം കേന്ദ്രീകരിച്ച് നടന്നു വരുന്നുണ്ടായിരുന്നു. അവരിദ്ദേഹത്തെ അടുപ്പിച്ചില്ല. അവർ തമ്മിലുള്ള വിവിധങ്ങളായ സംവാദങ്ങളുണ്ട്. ഇദ്ദേഹത്തെ പുറത്താക്കുന്നതുണ്ട്, ഇദ്ദേഹത്തെ ഒളിപ്പിച്ചു വെക്കുന്നതുണ്ട്, അദ്ദേഹത്തെ ഒരു വലിയ ചട്ടിയിൽ വെച്ചിട്ട് ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് ഒളിപ്പിച്ച് പുറത്തു കൊണ്ടുപോകുന്നതുണ്ട്. ഇദ്ദേഹം പ്രധാനപ്പെട്ട 15 മാറ്റങ്ങൾ യേശുക്രിസ്തു പഠിപ്പിച്ച ദൈനിൽ നടത്തിയുണ്ടാക്കി. അതിൽപ്പെട്ട ഒന്നാണ് ഇനി മുതൽ പഴയ നിയമം സ്വീകാര്യമല്ല എന്ന് പറയുന്നൊരു നിയമം. ഇത് ബൈബിൾ വിരുദ്ധമാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കാൻ വേണ്ടി ഞാൻ വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. തൗറാത്ത് വിശദീകരിക്കാനാണ് അദ്ദേഹം വന്നത് എന്ന് ഖുർആനും പറയുന്നുണ്ട്. പക്ഷേ ഈ തൗറാത്ത് സ്വീകാര്യമല്ലെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പരിച്ഛേദന പാടില്ലെന്ന് പറഞ്ഞു. പരിച്ഛേദന പറഞ്ഞാൽ ഖിത്താൻ കഴിക്കൽ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം 7-ാം ദിവസം ഖിത്താൻ കഴിച്ചു എന്ന് ലൂക്കോസിന്റെ ബൈബിൾ 2-ാം അധ്യായത്തിൽ കാണാം നമുക്ക്. ഇതിനി പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹം മാറ്റം വരുത്തി മറ്റൊരു മതം സൃഷ്ടിച്ച് യേശുക്രിസ്തുവിനെ തന്നെ ദൈവത്തിന്റെ നിരയിലേക്ക് എത്തിച്ചു. ഈ സംഘർഷം വ്യാപകമായി. അങ്ങനെ വന്നപ്പോ യാക്കോബിന്റെയും പത്രോസിന്റെയും ഒക്കെ ശിഷ്യന്മാരും ഇദ്ദേഹം പഠിപ്പിച്ച ശിഷ്യന്മാരും തമ്മിലുള്ള സംഘട്ടനം ക്രൈസ്തവ ലോകത്ത് വമ്പിച്ച ഭീഷണിയായി. അത് തന്റെ ഭരണത്തെ ബാധിക്കുമോ എന്ന് തോന്നിയപ്പോഴാണ് കോൺസ്റ്റന്റൈൻ 2-ാമൻ നിക്കായിൽ കൗൺസിൽ വിളിക്കുന്നതും ഈ 2 ആശയത്തെയും ഒന്നാക്കാനുള്ള ശ്രമം നടത്തുന്നതും. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആരാധിച്ചിരുന്ന സൂര്യദേവൻ, റോമക്കാര് സൂര്യനായിരുന്നു ആരാധിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ കുറെ അടിസ്ഥാന കാര്യങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് കയറി കൂട്ടുന്നത്. ഉദാഹരണമായിട്ട് ഡിസംബർ 25 യേശു ജനിച്ചു എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ സൂര്യൻ ജനിച്ചു എന്ന് പറയുന്ന ദിവസമായിരുന്നു ഡിസംബർ 25. അത് ക്രൈസ്തവരുടെയും പ്രധാന ദിവസമാക്കി മാറ്റി. ശബ്ബത്ത് ബൈബിള് പരിശോധിക്കുക. സബത്ത് ശനിയായിരുന്നു അവരുടെ ആരാധനാ ദിവസം. ശനിയിൽ ലംഘിച്ച് ആരാധനക്കപ്പുറം മീൻ പിടിക്കാൻ പോയതുകൊണ്ടാണ് കുറെ ആളുകളെ കുരങ്ങന്മാരാക്കി മാറ്റിയതൊക്കെ. ശനിയായിരുന്നു അവരുടെ ആരാധനാ ദിവസം. ആ ശനിയിൽ നിന്ന് സൂര്യൻ ജനിച്ചുവെന്ന് റോമക്കാർ വിശ്വസിക്കുന്ന സൺഡേ സൂര്യന്റെ ദിവസത്തിലേക്ക് അവരുടെ ആരാധനാ ദിവസത്തെ മാറ്റി പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ കുറെ സംഗതികൾക്കൊടുവിലാണ് ത്രിയേകത്വം എന്ന് പറയുന്ന ദൈവവിശ്വാസം ക്രൈസ്തവർക്കിടയിൽ കടന്നു വരുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. അവിശ്വാസമാണ് തൃത്വം. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. അല്ലാഹു ത്രിയേകനാണെന്ന് പറയുന്നവർ വഴിപഴച്ചിരിക്കുന്നു. പിന്നീട് AD 380 ഡമസ്കസ് സുവിശേഷത്തിൽ വെച്ച് സുന്നഹദോസിൽ വെച്ച് ഈ ദൈവനിരയിലേക്ക് പരിശുദ്ധാത്മാവ് കൂടെ കടന്നു വരുന്നത്. അത് ചരിത്രത്തിന്റെ മറ്റൊരാന്തോളനമാണ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന സന്ദർഭത്തിലുള്ള ദൈവവിശ്വാസം ഇതായിരുന്നു. ഒരു വശത്ത് റോമക്കാർ ത്രിമൂർത്തി സങ്കല്പത്തെ വിശ്വസിച്ചിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിലും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന് പറയുന്ന ത്രിമൂർത്തി സങ്കല്പം നമുക്ക് കാണാം. അടിസ്ഥാനപരമായി ഇന്ന് നിലവിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് പക്ഷേ ഏകദൈവ വിശ്വാസമാണ്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസം. നമുക്ക് സെമിറ്റിക് മതങ്ങളെ കുറിച്ച് മാത്രം പറയാം. ഹൈന്ദവ ദർശനങ്ങളിൽ ഏകദൈവ വിശ്വാസം പരന്നു കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണുകൾക്ക് കാഴ്ച നൽകുന്നവനാണ് അവൻ. അവനൊരിക്കലും ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല. ചെവിക്ക് കേൾവി നൽകുന്നവനാണ് അവൻ എന്നൊക്കെ കേനോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-7 വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും.
കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. ചുറ്റുഷാന പക്ഷതീയന ചംശുംക്ഷി പക്ഷതി തദൈവ ബ്രഹ്മത്വം വിദ്ധി. ഇപ്രകാരം തന്നെ കേൾക്കാൻ പറ്റൂല ദൈവത്തെ. ശ്രോണേതനുശ്രണോദിയേത ശ്രോതമിതം ശ്രുതം. കേൾക്കാൻ പറ്റൂല ദൈവത്തിന്റെ ശബ്ദം, നമുക്ക് കേൾക്കാൻ പറ്റൂല. നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ മാർഗം? പ്രവാചകന്മാർ വന്നത് പഠിപ്പിച്ചു തരും. നമുക്ക് സെമിറ്റിക് മതങ്ങളെ കുറിച്ച് പറയാം. കാരണം ഇസ്ലാമിനോട് ഏകദേശം ഇങ്ങനെ കൺസെപ്റ്റിലൊക്കെ ഒത്തു നിൽക്കുന്ന ദൈവം, പ്രവാചകൻ, കിതാബ്, പരലോകം, സ്വർഗം, നരകം, ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ ഇങ്ങനെ ഒത്തു നിൽക്കുന്ന മതമാണ് സെമിറ്റിക് മതങ്ങൾ, ജൂതമതം, ക്രിസ്തുമതമൊക്കെ. ആ മതങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമായി പറഞ്ഞു. പരലോകത്തെ കുറിച്ച് പറഞ്ഞു, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന ആ സന്ദർഭത്തിൽ AD 325 ഈ നിക്കിയ കൗൺസിൽ നടന്നത്. മുത്തറസൂൽ വരുന്നത് AD 600 സംതിങ്ങിലല്ലേ. ആ സമയമാകുമ്പോഴേക്ക് ക്രൈസ്തവ ലോകത്ത് ഏകദേശം ത്രിത്വം വ്യാപകമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. അവിടുന്ന് ഏക സത്യ ഇലാഹിനെ കുറിച്ച് പറഞ്ഞു. അന്ന് റസൂൽ വരുമ്പോ ആ മക്ക പശ്ചാത്തലം എന്താണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നിരവധിയായ പ്രതിഷ്ഠകളെ വെച്ച് ആരാധിക്കുകയാണ് അവർ. അപ്പോഴും അവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഏതോ ഒരു പൊതു ദൈവം, അതൊരു വലിയ സംഭവമാണെന്ന് അവർ അംഗീകരിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കുക, മഴ ആര് വർഷിപ്പിക്കുന്നു? അവർ പറയും അല്ലാഹ് എന്ന് പറയും. ആരാണ് കടലിന്റെ നിഗൂഢതയിൽ അകപ്പെടുമ്പോ രക്ഷപ്പെടുത്താനുള്ളത്? അല്ലാഹ് എന്ന് പറയും. ആരാണ് അന്നം നൽകുന്നത്? അല്ലാഹ് എന്ന് പറയും. ആ ഒരു വലിയ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളാവുന്ന ലാത്ത, ഉസ്സ, മനാത്ത, ഹുബലനൊക്കെ ആരാധിക്കുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. മഹാദൈവത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നത്. ഇത് പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദൈവമായിരുന്നോ? ഇത് പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദൈവമായിരുന്നോ? ഒരിക്കലുമല്ലെന്ന് ഖുർആൻ ഹദീസ് പഠനം നമ്മളെ ബോധ്യപ്പെടുത്തും. അപ്പൊ അല്ലാഹു എന്നോല് പറഞ്ഞതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അറേബ്യൻ ഭാഷ സംസാരിക്കുന്നവരൊക്കെയും അവരുടെ ദൈവത്തെ കുറിച്ച് അല്ലാഹ് എന്ന് പ്രയോഗിച്ചിരുന്നു. ഇപ്പൊ ക്രൈസ്തവരൊക്കെ ഉണ്ട്, വേണ്ടാത്ത വിധം വൃത്തികെട്ട വിമർശനങ്ങളുമായ ഇറങ്ങിയ ചില ക്രൈസ്തവരൊക്കെ ഉണ്ട്. ഞാൻ ഈയിടെ ഫാദർ മരിയൻ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു പ്രസംഗം കേട്ടു. അദ്ദേഹം പറയുന്നത് അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൽദൈവാണെന്നാണ്. ബാൽദൈവം എന്ന് പറഞ്ഞാൽ ബൈബിൾ പഴയ നിയമത്തിൽ പറയുന്ന ഒരു നിഗൂഢ ദൈവമാണ്. അല്ലെങ്കിൽ അയാൾ പറയാണത് അല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാത്തയാണ്. ലാത്തന്റെ പേരാണ് അല്ലാഹ്. അപ്പൊ അല്ലാഹ് ആളിങ്ങനെ കുറെ ശ്വാസം മുട്ടൊക്കെ ബാളം വെക്കുന്നുണ്ട്. അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ലാത്താക്കാൻ വേണ്ടിയിട്ട്. ലാത്ത എന്നുള്ളത് ബാത്ത ആണ്. ഒരിക്കലും വഖഫ് ചെയ്യുമ്പോൾ പോകാൻ പാടുള്ളതല്ല. ആ ചങ്ങാതി ഇവിടെ ഒരു താ ഉണ്ടായിരുന്നു അല്ലാഹ് എന്നുള്ള അടുത്ത്, അതങ്ങനെ വഖഫ് ചെയ്തപ്പോ പോയതാണെന്നാണ്. വഖഫ് ചെയ്തപ്പോ പോവുകയാണെങ്കിൽ എഴുത്തിൽ വേണം, അത് ഉച്ചാരണത്തിൽ മാത്രമേ പോകുള്ളൂ. അങ്ങനൊന്നും വിശദീകരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് ഒരു നിഗൂഢ ദൈവം, അല്ലെങ്കിൽ ഒരു ലാത്ത പോലെയുള്ള ഒരു ബിംബം, അതല്ലെങ്കിൽ ഏതോ ഒരു ഗോത്രവർഗ ദൈവം ആയിരുന്നുവെങ്കിൽ നിലവിലുള്ള എല്ലാ അറബി ബൈബിളും പരിശോധിക്കുക, ദൈവത്തെക്കുറിച്ച് അല്ലാഹ് എന്ന് തന്നെയാണ് അവിടെ പ്രയോഗം. ദൈവത്തെക്കുറിച്ച് അല്ലാഹ് എന്ന് തന്നെയാണ് പ്രയോഗം. അപ്പൊ അറബി ക്രൈസ്തവർ വായിക്കുന്ന ബൈബിളിലുള്ള ഈ അല്ലാഹ് ലാത്തയാണ് എന്നാണോ ഇവരൊക്കെ പറയുന്നത്? മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയ കുറെ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പരാമർശിക്കുന്നത്. ഇവര് പറയുന്നത് പ്രകാരം അല്ലാഹു ലാത്തയാണെങ്കിൽ അറബി ബൈബിളിലുള്ള എല്ലാ ദൈവത്തെയും ദൈവപ്രയോഗവും അല്ലാഹു എന്ന് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തുടക്കം നമ്മൾ വായിക്കുക, ഫിൽ ബദഇ കാനൽ കലിമ അൽ കലിമത്തു മഅല്ലാഹ് അൽ കലിമത്തു ഹുവല്ലാഹ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു എന്ന് മലയാളം ബൈബിൾ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഫിൽ ബദഇ കാനൽ കലിമ അൽ കലിമത്തു ഹുവല്ലാഹ്. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്ന അല്ലാഹ് ലാത്തയാണോ എന്ന് മറിയം ജോസഫ് വിശദീകരിക്കണം. വൃത്തികേട് മാത്രം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന, വിജ്ഞാനത്തോട് ഒരു ലെവലേശം സത്യസന്ധതയില്ലാതെ ക്ലിപ്പും പ്രസംഗവുമായി ഇറങ്ങുന്നവരൊക്കെ വിശദീകരിക്കണം.
ബൈബിളിൽ ഉടനീളം അള്ളാഹ് എന്ന് പറയുന്നത്. മലേഷ്യയിൽ ഒരു കേസ് പോലും നടന്നു. എന്തുകൊണ്ട്? അവര് പ്രയോഗിക്കുന്ന മലായി ഭാഷയിലുള്ള ഈ ദൈവത്തെക്കുറിച്ചുള്ള പ്രയോഗം മാത്രമേ ഇനി ക്രിസ്ത്യാനികൾ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. കാരണം അവർ ഈ അള്ളാഹെന്നും പറഞ്ഞിട്ട് പല ജാതി ഈ തിരുപ്പം പണികളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. അപ്പൊ ഒരു സുപ്രീം കോടതിയിൽ പോയി. 10% മലേഷ്യയിൽ ക്രിസ്ത്യാനികൾ ഉള്ളത്. അവർ വാദിച്ചത് എന്താണ്? ഞങ്ങൾക്കും അള്ളാഹ് എന്ന് പ്രയോഗിക്കാനുള്ള അവകാശം കിട്ടണം എന്നായിരുന്നു. അതേക്കുറിച്ച് യൂറോപ്യൻ പത്രങ്ങൾ, ക്രൈസ്തവ നിയന്ത്രണത്തിലുള്ള പത്രങ്ങളൊക്കെ എഴുതി ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. കാരണം അള്ളാഹ് എന്ന് പ്രയോഗിക്കാൻ എല്ലാവർക്കും അർഹത ഉണ്ട്. നമ്മുടെ കേരളത്തിലിരിക്കുന്ന ആടെന്തറിയുന്നു അങ്ങാടി വാണിഭം. എന്നിട്ട് ഇവിടെ നിന്നാണ്ട് പ്രസംഗറൊക്കെയാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ലാത്തയാണ്, അത് നികൃഷ്ട ദൈവമാണ്, അതേതോ ഒരു ബിംബമോ പ്രതിഷ്ഠയോ ആണെന്ന് കേരളത്തിലിരുന്ന് പ്രസംഗം ഇറക്കുക മാരിയ ജോസഫിനെ പോലെയുള്ള ആളുകൾ. ലോകാടിസ്ഥാനത്തിൽ എന്ത് നടക്കുന്നു? മലേഷ്യയിൽ അള്ളാഹ് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് അനുമതി തരണം എന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ കോടതിയെ സമീപിക്കുക. ആദ്യം അവർക്ക് അനുകൂലമായ വിധി വന്നു, പിന്നീട് അവർക്ക് പ്രതികൂലമായ വിധി വന്നു, പിന്നെയും അവർ ഉയർന്ന കോടതിയിൽ പോയി. ആ വ്യവഹാരം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവസാനിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതേക്കുറിച്ച് യൂറോപ്പിലുള്ള വിവിധങ്ങളായ ക്രൈസ്തവ പത്രങ്ങളൊക്കെ എഴുതി മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. ബൈബിളിൽ ഉടനീളം പ്രയോഗിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അള്ളാഹ് എന്ന പദമാണ്. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും അർഹതയോടുകൂടെ വിശ്വസിക്കാൻ പറ്റുന്ന ഇലാഹിനാണ് അള്ളാഹ് എന്ന് പറയാം. അപ്പൊ അവരൊക്കെ അവരുടെ ഇലാഹിനെ അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അള്ളാഹുവിന്റെ ഒരു പ്രയോഗമാണ് അസീസ്, അതവർ പ്രയോഗിക്കുന്നു. നമുക്കറിയാം, സദ്ദാം ഹുസൈന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ അടുത്ത മന്ത്രിയായിരുന്ന ഒരു താരിഖ് അസീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അസീസ്. അപ്പൊ എന്നിട്ട് നമ്മുടെ നാട്ടിലിരുന്ന് ലോകത്തെക്കുറിച്ചോ വിജ്ഞാനത്തെക്കുറിച്ചോ ഒന്നും അറിയാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മക്കാ മുശ്രിക്കുകളും അവർ വിശ്വസിക്കുന്ന പ്രധാന ദൈവത്തെ അവരെന്ത് വിളിച്ചിരുന്നു? അള്ളാഹ് എന്ന് വിളിച്ചിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിൽ കൃത്യമായ രീതിയിൽ പഠിപ്പിച്ചു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി. അള്ളാഹുവിനെ പക്ഷെ അവർ വേണ്ട വിധം മനസ്സിലാക്കിയില്ല, മനസ്സിലാക്കേണ്ടത് പ്രകാരം അവർ മനസ്സിലാക്കിയില്ല. എന്നിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ചില സംഗതികൾ സൂറത്തു സുമറിന്റെ 67-ാമത് വചനത്തിൽ അള്ളാഹു പറയുന്നു, വല്ലർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. സർവശക്തനാണ് പടച്ച തമ്പുരാൻ. ഇവരെ മനസ്സിലാക്കിയ കുഞ്ഞു കുഞ്ഞു പ്രതിഷ്ഠകളല്ല. അള്ളാഹു എന്ന രീതിയിൽ ഇവര് കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അത് അവരുടെ ഭാഷയിൽ അതേക്കുറിച്ച് അവർ അള്ളാഹ് പ്രയോഗിച്ചാലും അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു. അപ്പൊ മക്കാ മുശ്രിക്കീങ്ങൾ തൗഹീദിന്റെ ആളുകളായിരുന്നു എന്നൊക്കെയുള്ള ചില പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കാം. വമാ ഖദറുല്ലാഹ, അവരും അള്ളാഹുവിനെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ വേണ്ട വിധം മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിനൊരു വിഹിതവും അവരുടെ ലാത്ത ഉസ്സ പോലെയുള്ള ദൈവങ്ങൾക്ക് ഒരു വിഹിതവും കൊയ്ത്ത് നടന്നാൽ മാറ്റിവെക്കും. ഖുർആൻ പറയാം. പക്ഷേ അള്ളാഹുവിന്റെ വിഹിതം അവർ മെല്ലെ ദൈവങ്ങൾക്ക് തന്നെ തട്ടിപ്പാക്കാൻ നോക്കും. ഒന്ന്. രണ്ടാമത് ഖുർആൻ പറഞ്ഞു, നിങ്ങളാരും മക്കാ മുശ്രിക്കീങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറയരുത്, കാരണം അവർ അള്ളാഹുവിനെ കുറ്റം പറയും. ആലോചിച്ച് നോക്കുക, നമ്മളെ ചിന്ത പ്രയോഗിക്കുക. ഇവർ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ മുഅ്മിനീങ്ങൾ ലാത്തനെ കുറ്റം പറയുമ്പോൾ അവരൊരിക്കലും അള്ളാഹിനെ കുറ്റം പറയില്ല. കാരണം അത് അവരുടെയും ദൈവമാണല്ലോ. അവർ അള്ളാഹിനെയാണ് വിശ്വസിച്ചതെങ്കിൽ, മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്ന മുത്തറസൂൽ പഠിപ്പിച്ച അള്ളാഹുവാണ് അവരും വിശ്വസിക്കുന്ന അള്ളാഹു എങ്കിൽ, മുഅ്മിനീങ്ങളാകുന്ന മനുഷ്യന്മാർ ലാത്തനെ കുറിച്ചൊന്നും പറയരുത് എന്നുള്ള നിരോധനത്തിന്റെ കാര്യമില്ല. കാരണം അവരൊരിക്കലും ലാത്തനെ മുഅ്മിനീങ്ങൾ കുറ്റം പറഞ്ഞാൽ, ലാത്തയുടെ കുഴപ്പം വിശദീകരിച്ചാൽ അവർ അള്ളാഹുവിലേക്ക് കടക്കൂല. കാരണം അവരും വിശ്വസിക്കണ്ടാരെ അള്ളാഹുവിനെ, പക്ഷെ അവർ വിശ്വസിക്കുന്നത് ആ അള്ളാഹുവിനെ അല്ല. അതുകൊണ്ട് അവർ അള്ളാഹുവിനെ കുറ്റം പറയും. അക്കാരണത്താൽ നിങ്ങൾ ലാത്തയെയും ഉസ്സയെയും കുറ്റം പറയരുത് എന്ന് ഖുർആൻ പറയാം. എന്നല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സൂറത്തുൽ കാഫിറൂൻ വ്യക്തല്ലേ? നിങ്ങൾ ആരാധിക്കണ അല്ലാഹു എന്ന് പറയുന്ന ഒരു സത്വമുണ്ട്, അതിനെ ഞാൻ ആരാധിക്കൂല, അത് വേറെ സാധനമാണ്.
വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന സർവശക്തനാകുന്ന അല്ലാഹു ഉണ്ട്. സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ ഉടമസ്ഥൻ. സൃഷ്ടി ഒരാൾ, സ്ഥിതി മറ്റൊരാൾ, സംഹാരം മറ്റൊരാൾ, അങ്ങനൊന്നുമില്ല. സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ ഉടമസ്ഥൻ. അപ്പൊ ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ ഞാനോട്ട് ആരാധിക്കാൻ പോണില്ല, ഇതുവരെ ആരാധിച്ചിട്ടുമില്ല. എന്താ അതിന്റെ വളരെ ലളിതമായ തീർപ്പ് എന്താണ്? മക്കാ മുശ്രിക്കീങ്ങൾ ഒരിക്കലും മുത്തറസൂൽ പഠിപ്പിച്ച അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അറിഞ്ഞാലും മനസ്സിലാക്കിയാലും അവരൊരിക്കലും അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടില്ല. പിന്നെ അവരുടെ ഭാഷാ പ്രയോഗം അനുസരിച്ച് അവർ അവരുടേതായ ഒരു ദൈവത്തിന് അള്ളാഹ് എന്ന് പേരിട്ടിരുന്നു. ആരാണ് കടലിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ആ ദൈവമാണ് എന്നർത്ഥത്തിൽ അവർ അള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു. പടച്ച റബ്ബ് പക്ഷേ ഇതിൽ നിന്നൊക്കെ മുക്തനാണ്. ഇവിടെ തന്നെ നോക്കുങ്ങള്, ഇവര് ശിർക്ക് വെക്കുന്ന എല്ലാ സംഗതികളെക്കാളും അത്യുന്നതനാണ് പടച്ച റബ്ബ്. അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്, ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവന് ക്ഷീണം ഉണ്ടാവില്ല, തളർച്ച ഉണ്ടാവില്ല, പതർച്ച ഉണ്ടാവില്ല. അവൻ ക്ഷീണിച്ച് കരയില്ല, അവൻ വിശന്നിട്ട് കരഞ്ഞു പോവില്ല. ദൂരെ അത്തിപ്പഴം കാണുന്ന കരുതിയിട്ട് ചെന്നിട്ട് അത്തിമരത്തിൽ കായ കാണാഞ്ഞിട്ട് കരയൂല. അവൻ ആരും കൊല്ലൂല, അവൻ അമ്പെയ്ത്ത് ആരും നശിപ്പിക്കൂല. അവന് മക്കളുണ്ടാവില്ല, അവന് ഭാര്യമാരുണ്ടാവില്ല. ഒന്നല്ല, നിരവധിയായ ഭാര്യമാരുടെ ഒരു സമുച്ചയത്തിൽ ജീവിക്കുന്ന ദൈവം അല്ലേ അല്ല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. നമ്മൾ ഈ കാണുന്ന ബ്രഹ്മാണ്ടം, അതിനപ്പുറം നമ്മൾ കാണാത്ത അനന്തകോടി താരകങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, കോമറ്റുകൾ, ഗാലക്സികൾ, ഇതെല്ലാം പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അവൻ സൃഷ്ടിച്ചതാണ്, അവൻ മാത്രം സൃഷ്ടിച്ചതാണ്. സൃഷ്ടിക്കാതെ സംഗതി ഒന്നും ഉണ്ടാവില്ല, അത് വേറൊരു കാര്യം. നമ്മൾ പലപ്പോഴും അത് സംസാരിച്ചതാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം അവൻ സൃഷ്ടിച്ചതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ഇതിന്റെ സംരക്ഷണം, ഇതിന്റെ സ്ഥിതി, ഇതിന്റെ സംഹാരം, ഇതിന്റെ സൃഷ്ടി, അതൊന്നും അല്ലാഹുവിനൊരു സംഭവമേ അല്ല. അതല്ലാഹു, ഇത് ഈ ജാതി പരിപാടികൾ അനന്തമായ, അല്ലെ, അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, അല്ലെ, ഈ പ്രപഞ്ചം, അതിന്റെ സൃഷ്ടിയോ സംഹാരമോ അതിന്റെ സ്ഥിതിയോ അതിനെ കൊണ്ടു നടക്കലോ ഒന്നും പടച്ച റബ്ബിനെ തീരെ ക്ഷീണിപ്പിക്കൂല. വഹുവൽ അലിയ്യുൽ അദീം, അവൻ അത്യുന്നതനാണ്, അവൻ സർവസ്വവും അറിയുന്നവനാണ്. അവൻ സർവസ്വവും അറിയും. നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ സൃഷ്ടാവ് അറിയണവനാവണം, എങ്കിലേ സൃഷ്ടികർമ്മവും അനുബന്ധ കാര്യങ്ങളും നടത്താൻ പറ്റുള്ളൂ. അവൻ സർവശക്തനാവണം, എങ്കിലേ പ്രപഞ്ചത്തെയും അതിലുള്ള സർവസ്വത്തെയും നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അവൻ കാണണം, അവൻ കേൾക്കണം, എങ്കിലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അവൻ കേൾക്കണം, അവൻ ഏകനായിരിക്കണം. രണ്ടാളുണ്ടായി കഴിഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ രണ്ട് രീതിയിൽ അത് സമർത്ഥിക്കുന്നുണ്ട്. ഒന്ന്, ദൈവമല്ലാതായിത്തീരും എന്നത് സുനിശ്ചിതം. ഒരാളെ നിർമ്മിക്കുന്നു, മറ്റാളെ സംഹരിക്കുന്നു. ഒരാളെ നിലനിർത്താൻ ശ്രമിക്കുന്നു, മറ്റാൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലോകം താറുമാറാകും. ലൗ കാന ഫീഹിമാ ആലിഹ ഇല്ലല്ലാഹ് ലഫസദതാ. ആകാശഭൂമിയിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരു ദൈവമുണ്ടെങ്കിൽ രണ്ടും തകർന്ന് തരിപ്പണമാകും. അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെന്റിലെത്തണം. ഞാൻ അങ്ങനെ നിർമ്മിക്കാൻ പോണ ഒരു സാധുവിനെ നീ ഒരിക്കലും നശിപ്പിക്കരുത്, സഹകരിക്കണം എന്നൊരു ദൈവം മറ്റേ ദൈവത്തോട് പറയണം. അപ്പോ അത് ദൈവമല്ലാതാവും. കാരണം ഇദ്ദേഹത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കണമെങ്കിൽ മറ്റേയാളെ ആശ്രയിക്കണം, മറ്റേയാൾ സഹകരിച്ചു കൊടുക്കണം. രണ്ടുപേരും അതോടൊപ്പം ദൈവമല്ലാതെയായി തീരും. അവൻ ഏകനാകണം, അവൻ ഏകനാവണം. ഏകനല്ലാത്ത വേറൊന്നിലേക്ക് ആശ്രയിക്കേണ്ടി വരുന്നവൻ ഒരിക്കലും ദൈവമല്ല, ആരാധ്യനല്ല, സൃഷ്ടാവല്ല, സ്ഥിതി സംഹാരത്തിന്റെ കർത്താവല്ല.
അതുകൊണ്ടാണ് പടച്ച റബ്ബ് ഖുർആനിലുടനീളം നമ്മളോട് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം അല്ലാഹു ഏകനാണ്. അറിയണേ, മനസ്സിലാക്കണേ, ഉറപ്പിക്കണേ, വിശ്വസിക്കണേ, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യരുമില്ല. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു വിശദീകരിക്കുക. അപ്പൊ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നുള്ള വിശ്വാസം, പിന്നെയുള്ള വിശ്വാസമൊക്കെ അടിസ്ഥാനപരമായി ഏകദൈവത്തായിരുന്നു. പിന്നീട് പല പല സന്ദർഭങ്ങളിൽ ജനങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചു. അതിന് കാരണങ്ങളുണ്ട്. ചില ആളുകൾ ഈ ആത്മീയ സംഗതികളെ സമ്പൂർണമായി നിരാകരിച്ചു, ഒരു വരണ്ട ഇസ്ലാമിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചു. വേറെ കുറെ ആളുകളോ ഈ ആത്മീയതയുടെ ചുളിവിലൂടെ അങ്ങോട്ട് കേറിപ്പോയി ശിർക്ക് തൗഹീദാകുന്നു, തൗഹീദ് ശിർക്കാകുന്നു, സൃഷ്ടികളെ ദൈവങ്ങളാക്കുന്നു. കേരളത്തിൽ ട്രെൻഡായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതാണ്. സിയാമാരാ പടച്ചോനാണോ ചോദിക്കണവനോട് നീ ചൊല്ല്, ഒരുത്തം പാട്ടിറക്കിയതാണ്. മടവൂരാരോ പടച്ചോനാണോ ചോദിക്കണവനോട് നീ ചൊല്ല്. അതെ ഞങ്ങളെ പടച്ചോൻ മടവൂരാണ് അറിയണം. ഇസ്ലാമിൽ ഒരു പൊടിക്ക് സ്ഥാനമില്ലാത്ത പാട്ട്. ആര് പറഞ്ഞു അത്? സർവവും അറിയാത്ത ഒരാൾ എങ്ങനെ പടച്ചോനാകും? ജനിക്കുകയും മരിക്കുകയും ചെയ്ത ഒരാൾ എങ്ങനെ പടച്ചോനാകും? ഇതാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാം കുന്തും ഉമ്മത്തൻ വസത്തൻ, ആത്മീയതയെ നിരാകരിക്കാതെ വരണ്ട ഇസ്ലാം, വെറും ഒരു കുറച്ച് കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഇസ്ലാം എന്ന രീതിയിൽ പറയാതെ, എന്നാൽ ഈ ആത്മീയതയുടെ ചുളിവിലൂടെ പോയി മതവിരുദ്ധമായ കാര്യങ്ങൾ വിശ്വസിക്കാതെ പഠിപ്പിക്കാതെ മധ്യരീതിയിൽ നിൽക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം. മനുഷ്യന്മാര് കാട് കയറിപ്പോവുക, എന്നിട്ട് അതിനെ എതിർക്കുന്ന പണ്ഡിതന്മാരെ മൊത്തം ഭത്സിച്ച് നടക്കുക. നമ്മുടെ ഇടയിൽ ജീവിച്ച് മരിച്ചുപോയൊരു മനുഷ്യൻ, അദ്ദേഹം ധാരാളമായി ഇബാദത്ത് ചെയ്തിരുന്നു. അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു, കുറെ കാലം ദർസ് നടത്തിയിരുന്നു. പിന്നീട് ദർസിന്റെ ഇടയിൽ ആത്മീയമായ ചിന്ത കൂടി വരികയും അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് മാറുകയും, പിന്നെ ദർസില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, ആരാധനയിലൂടെ മാത്രം മുന്നോട്ട് പോവുകയും ചെയ്തൊരു മനുഷ്യൻ. അർത്ഥത്തിൽ അദ്ദേഹം വലിയ മഹാനാണ്. പക്ഷെ അദ്ദേഹത്തെ പറഞ്ഞു പുകഴ്ത്തി പിന്നെ അദ്ദേഹം പടച്ചോനാണെന്നൊക്കെ പറയൽ, എന്നിട്ട് വിമർശനം വരുമ്പോ ന്യായീകരിച്ചിറങ്ങുക. ഞാൻ ഉദ്ദേശിച്ചത് ആലങ്കാരിക പ്രയോഗമായിരുന്നു. ആലങ്കാരിക പ്രയോഗം നടത്താൻ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഈ ദുനിയാവിൽ. ആലങ്കാരികമായി കവിത രചിക്കാൻ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഈ ദുനിയാവിൽ. അതേക്കുറിച്ചൊന്നുമല്ലാതെ കടുത്ത നിഫാഖും കടുത്ത കുഫറും വരും വിധത്തിലുള്ള പ്രയോഗങ്ങൾ മഹാപണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. കുഫർ വരുന്ന കുറെ പദങ്ങളെ കുറിച്ച് മഹാപണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. കുഫർ വരുന്ന കുറെ പ്രവൃത്തികളെ കുറിച്ച്. അതിൽ നിന്നൊക്കെ സമ്പൂർണമായി മാറി നിൽക്കലാണ് വിശ്വാസം. അതാണ് ദീൻ. ഞാൻ പറഞ്ഞല്ലോ, വരണ്ട ദീനുമല്ല, ആത്മീയത കൂടിയിട്ട് പിടുത്തം വിടുന്ന ദീനുമല്ല. അതിൻ്റെ ഇടയിൽ സൂക്ഷ്മശാലികളാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ച വളരെ വിശുദ്ധമായൊരു ആദർശമുണ്ട്. ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിഷ്യരെ കൂട്ടിയിട്ട് ദീർഘമായൊരു വര വരച്ചു. എന്നിട്ട് കുറച്ച് ചെറിയ വരകളും ചുറ്റുഭാഗത്ത് വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഇതാണ് സുതാര്യമായ പാത, ഇതാണ് അവക്രമായ മാർഗം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മാർഗങ്ങൾ, വഴികൾ, കുറെ ചെറിയ റൂട്ടുകൾ നിങ്ങൾ കാണുന്നു. അതിലൊരിക്കലും കയറരുത്, ഇതിലൂടെ മുന്നോട്ട് പോവുക. ഹാദിഹി സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ കൃത്യമായ ഋജുവായ ഒരുവിധ വളവും തിരിവും പഴവുമില്ലാത്ത മാർഗം. ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം. അള്ളാഹുവിലേക്ക് പൂർണ്ണമായി അടുക്കാൻ ശ്രമിക്കണം. പടച്ച റബ്ബ് നമ്മളെ കാണുന്നുവെന്ന ബോധം നമുക്കുണ്ടാകണം. ഓരോ പ്രവൃത്തി നടത്തുമ്പോഴും എൻ്റെ റബ്ബിനിതിൽ താല്പര്യം ഉണ്ടാവുമോ എന്ന വിചാരം വേണം. നമ്മുടെ നാക്കിനെ പുറത്തേക്ക് എടുക്കുമ്പോഴേക്ക് ഞാൻ പറയാൻ പോകുന്ന വാക്ക്, പദം എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നതായിരിക്കുമോ എന്ന നല്ലൊരു ചിന്ത വേണം. അതിനുവേണ്ടി തന്നെ ശ്രമിച്ച കുറേ പൂർവികരുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതോർക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയൊരു മണിക്കല്ല് കടിച്ചു പിടിച്ചാണ് ജീവിച്ചിരുന്നത്. എന്തിന്? കേറി പറഞ്ഞു പോവാതിരിക്കാൻ.
ഇമാമുൽ ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ബാബു അജായിബിൽ ഖുലൂബിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. ചെറിയൊരു കല്ല് കടിച്ചു പിടിക്കും, അതെടുത്തു മാറ്റിയിട്ട് ബോധപൂർവം സംസാരിക്കാനാകണം, കേറി പറയരുത് എന്നർത്ഥം. അങ്ങനെ പടച്ച റബ്ബിനെ യഥാവിധി വിശ്വസിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ പൂർവികരുടെയും എല്ലാ സത്കർമ്മങ്ങളും പടച്ച റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ, അവരിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ അഭാഗങ്ങളും അവൻ്റെ മഹദ് ഫദൽ കൊണ്ട് അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ സഹോദരൻ്റെ വാപ്പ മാലാറമ്പ് ആശുപത്രി 2 ആഴ്ചയായി എന്നാ പറയണത്. അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ, എല്ലാവിധ സലാമത്ത് നൽകട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും നമ്മുടെ പള്ളിയുടെ സജീവ സേവകനാവുകയും അതിനപ്പുറം നമ്മുടെ ദർസിന്റെ ഖാദിമാവുകയും ചെയ്തിരുന്ന നാസർ സാഹിബ് മിഞ്ഞാന്ന് കറണ്ട് അപകടത്തിൽ മരണപ്പെട്ടു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ ആയിരുന്നു ജുമയ്ക്ക് കൂടിയത്. പിരിഞ്ഞു പോകുമ്പോൾ പോലും അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു, ഖുർആൻ ക്ലാസിനെ കുറിച്ച് തന്നെ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ ക്ലാസ് ഒരു കുടുംബമാണ്, നമ്മുടെ അംഗമാണ് അദ്ദേഹം, നമ്മുടെ സഹോദരനാണ് അദ്ദേഹം. എൻ്റെ ഓർമ്മയിൽ ഈ ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ട് വരുന്നൊരു മരണമാണ്. പടച്ച റബ്ബ് അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് അള്ളാഹു നല്ല ഹിമ്മത്ത് കൊടുക്കട്ടെ. പടച്ചോനെ അദ്ദേഹത്തെയും ഞങ്ങളെയും ഈ ഒരു ഖുർആൻ ക്ലാസിൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. മറ്റൊരു ഭൗതിക താല്പര്യമില്ലാതെ ഞങ്ങൾ ഈ നേരത്ത് 1 മണിക്കൂറിലേറെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് നിന്റെ കലാമ് കേൾക്കാനാണ്. പടച്ച റബ്ബേ, അതിൻ്റെ ഒരു ഫളല് കൊണ്ട് അദ്ദേഹത്തെയും ഞങ്ങളെയും ഈ സ്വർഗത്തിൽ എത്തിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മനസ്സമാധാനം, ബന്ധുക്കൾക്ക് മനസ്സമാധാനം നൽകണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ജീവിതം വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരൻ, അപ്പോൾ തന്നെ ദീനിയായ എല്ലാ സംരംഭങ്ങളിലും സഹകരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പടച്ച റബ്ബേ, ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചെറുപ്പക്കാർക്ക് അർശിന്റെ നിഴൽ നൽകുമെന്ന് നിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പടച്ചോനെ, അദ്ദേഹത്തിന്റെ അർശിന്റെ നിഴൽ നൽകണേ തമ്പുരാനെ. അദ്ദേഹത്തെ ഞങ്ങളെയും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഭാര്യമാർക്ക്, ബന്ധുമിത്രാദികൾക്ക് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നീ സുരക്ഷിതത്വം നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم.